കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ ഇടുക്കി ഷഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫിനും രണ്ടാനമ്മ അനീഷയ്ക്കും തടവ് ശിക്ഷ. ഇരുവരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തൊടുപുഴ സെഷൻസ് കോടതി ഷെരീഫിന് 7 വർഷവും അനീഷയ്ക്ക് 10 വർഷവും തടവ് വിധിച്ചു. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. മറ്റു മക്കളുണ്ടെന്നും ജീവിത സാഹചര്യം മോശമാണെന്നും പ്രതികൾ കോടതിയെ അറിയിച്ചു. ഉച്ചയ്ക്ക് മുൻപായി പ്രതികളെ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ കോടതി ഉച്ചതിരിഞ്ഞ് ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതിയായ ഷെഫീഖിന്റെ പിതാവ് ഷെരീഫിന് 7 വർഷം തടവും രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഷെരീഫ് 50,000 രൂപയും അനീഷ 2 ലക്ഷം രൂപയും പിഴയൊടുക്കണം. പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ്. വെറുതെ തൃപ്തികരമാണ്. പ്രതി മാക്സിമം കൊടുക്കാവുന്ന ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. പക്ഷേ ഈ പ്രതികളുടെ ജീവിത സാഹചര്യങ്ങളും ഈ ഇതിലെ ഒരു സ്ത്രീയും ആയതുകൊണ്ടും അവർക്ക് പിന്നീട് 5 മക്കൾ അവർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ ഒരു കോടതി പരിഗണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് കഴിഞ്ഞ 11 വർഷമായി പരിചരിക്കുന്ന ആയ രാഗിണി പറഞ്ഞു. കോടതി വിധിയോട് വൈകാരികമായിട്ടായിരുന്നു രാഗിണിയുടെ പ്രതികരണം. സന്തോഷമുണ്ട്. സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൻ വേദനിച്ചതിന് അത്രയും വരില്ല. 2013 ജൂലൈ 15-നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത്. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതം കുട്ടിയുടെ മാനസിക വളർച്ചയെ സാരമായി ബാധിച്ചു. 24 ഇടുക്കി.